ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വില വർധനവിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോ സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോ സിലിണ്ടറിന് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഗാർഹിക സിലിണ്ടറിന് 920 രൂപയാകും. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1883 രൂപയുമായി. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിലവിൽ ഇന്ധനക്ഷാമമില്ലെന്നും വിതരണം സുഗമമാണെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. പെട്രോളിനും ഡീസലിനും ക്ഷാമമുണ്ടെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഇന്ത്യയെ ബാധിക്കില്ലെന്നും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും അമേരിക്കയിൽ നിന്ന് LPG ഇറക്കുമതി ആരംഭിക്കുകയും ചെയ്തതുവഴി രാജ്യം സുരക്ഷിതമായ അവസ്ഥയിലാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇതേസമയം ഗാർഹിക വാതക വിലവർദ്ധനവ് പിൻവലിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ഈ ഗ്യാസിന്റെ വില കൂടുന്നു. കേരളത്തിലെ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഒന്നും ജീവിതം കേന്ദ്ര ഗവൺമെന്റിന് പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. വിലക്കയറ്റം ഉണ്ടാവുകയും പെട്രോളിയത്തിന്റെ വില കൂടുകയും ഒക്കെ ചെയ്യുന്ന ആശങ്ക നിലനിൽക്കുകയാണ്. തീർച്ചയായും LDF ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ജനകീയമായ കാര്യങ്ങളാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് വേറെ ഒരിക്കലും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. തൊഴിൽ നഷ്ടം, വിലവർദ്ധനവ് എന്നിവ ഇതിന് കാരണമാകും. ഇത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. LDF ഗവൺമെന്റ് ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ വികസനം LDF ചർച്ച ചെയ്യും. മറ്റു സംസ്ഥാനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നീക്കം നടക്കുകയാണെന്നും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും വികസനവും തന്നെയായിരിക്കും ഒന്നാമത്തെ കാര്യം. വികസനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വരുമാനവും ജോലിയും കിട്ടുന്നതാണ്. സമാധാനമുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. വർഗീയതയ്ക്കെതിരെ ക്രമസമാധാനമുള്ള, മതനിരപേക്ഷതയുള്ള, എല്ലാവർക്കും നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വികസനം ഉണ്ടാവുള്ളൂ, ക്രമസമാധാനം ഉണ്ടാവുള്ളൂ. അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.